നമസ്കാരം. ഈ റിപ്പബ്ലിക് ഡേക്ക് നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം. എന്റെ നമ്പർ 9567212345 ആണ്. കേരളത്തിലെ 140 MLA-മാരുടെയും മൊബൈൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുക. ഈ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കരുത്, പകരം നിങ്ങൾ അവർക്ക് മെസ്സേജുകൾ അയക്കണം. അവരുടെ എല്ലാ മൊബൈൽ നമ്പറും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ നമ്മുടെ ജനസേവകരായതുകൊണ്ട് ഉള്ള മൊബൈൽ നമ്പറാണ്. അവരെ വിളിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരൊക്കെ തിരക്കിലായ ആൾക്കാരാണ്, പ്രത്യേകിച്ച് ഇന്ന് റിപ്പബ്ലിക് ഡേ ഒക്കെയാണ്. അതുകൊണ്ട് ഒരുപാട് തിരക്കുള്ളവരായിരിക്കും. അതുകൊണ്ട് അവരെ അടക്കം നമ്മൾ മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് നിങ്ങളുടെ വാട്സപ്പിലേക്ക്, എന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ വാട്സപ്പ് നമ്പർ അയച്ചാൽ ഞാൻ ഇതിന്റെ ഡ്രാഫ്റ്റ് കോപ്പി നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ടു തരുന്നതാണ്. അങ്ങനെ 140 MLA-മാർക്കും നമ്മൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ അവരുടെ വാട്സപ്പിലേക്ക് ഈ മെസ്സേജ് അയക്കുകയും ആ വാട്സപ്പിൽ അവരെ കണക്ട് ചെയ്യുകയും ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഞാനടക്കം കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരുപാട് ആൾക്കാർ, 100 കണക്കിന് ആൾക്കാർ, പുരുഷന്മാർ വിളിച്ച് അവരുടെ വേദനയും വിഷമവും ഒക്കെ പറയുന്നു. ഞാനപ്പോ അവരിൽ പലരോടും പറയുന്നുണ്ട്, നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം ഞങ്ങൾക്ക് നിങ്ങളുടെ വിഷമം കേൾക്കാനേ കഴിയൂ. ഇത് പരിഹരിക്കണമെങ്കിൽ പുരുഷ കമ്മീഷൻ പോലെ ഒരു സംവിധാനം വേണമെന്ന്. ദുബായിൽ നിന്ന്, ഫിൻലാൻഡിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട്, സ്ത്രീകളുടെ പിന്തുണ അറിയിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ 140 MLA-മാരെ, നമ്മൾ MPമാരെ അടുത്ത ഘട്ടത്തിൽ കോൺടാക്ട് ചെയ്യും. ഈ 140 MLA-മാരെയും നമ്മൾ അവരുടെ വാട്സപ്പിൽ കണക്ട് ചെയ്യുകയും ഈ മെൻസ് കമ്മീഷൻ, ആ ബില്ലിന്റെ ഒരു കരട് ശ്രീ എൽദോസ് MLA പ്രഗത്ഭമായി തന്നെ, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ശ്രീ എൽദോസ് MLA അത് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം സ്പീക്കറിന് കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ബില്ല് ഇപ്പോ ശ്രീ എൽദോസ് MLA-ക്കോ മറ്റും പുറത്തുവിടാൻ കഴിയില്ല. കാര്യം ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഒരു കരട് രൂപം, ഒരു ചെറിയ രൂപം ഞാനും തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രീ എൽദോസ് MLA-യുടെ അടക്കം ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച്, ഒരുപാട് പുരുഷ സംഘടനകളുടെ ഉപദേശ നിർദ്ദേശം സ്വീകരിച്ചാണ് ഇത് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മകന്, നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരന്, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയാണ് ഈ ബിൽ. നമ്മുടെ മക്കളെ, നമ്മുടെ മകനെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെയോ അച്ഛനെയോ ഒന്നും നാളെ ആരും വ്യാജ കേസിൽ കുടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ MLA, ഞാൻ കൃത്യമായിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ MLA ആരെന്ന് കണ്ടെത്തുക, ആ MLA-യുടെ നമ്പർ എടുക്കുക. അവർക്ക് നിങ്ങൾ ഈ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു മെസ്സേജോ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യണം, പുരുഷ കമ്മീഷൻ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന റിക്വസ്റ്റ് റേസ് ചെയ്യുക. ഒരു മൊമെന്റം സൃഷ്ടിക്കാൻ നമുക്കായിട്ടുണ്ട്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലെയും മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഇടപെടലിലൂടെ ഇന്നലെ ഞാൻ ദുബായിലെ ഒരു പരിപാടിക്കടക്കം പുരുഷ കമ്മീഷൻ വേണോ എന്ന രീതിയിൽ ചർച്ച ചെയ്തു. 1-2 ദേശീയ മാധ്യമങ്ങൾ പുരുഷ കമ്മീഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ രീതിയിൽ മികച്ചൊരു മൊമെന്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മൊമെന്റത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. MLA എൽദോസ് കുന്നിപ്പള്ളിയും അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനും ഇത് കണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത നേതാക്കളെ കാണുന്നുണ്ട്. അപ്പൊ ഈ റിപ്പബ്ലിക് ഡേയിൽ നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടി നമുക്ക് പോരാടാം. ജനുവരി 30-ന് ഇതൊരു ഒഫീഷ്യൽ ക്യാമ്പയിൻ ആയിട്ട് തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യുകയും ചെയ്യാം. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഓർക്കുക, നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു. നമ്മളെ എല്ലാം ഏതോ ഒരു അച്ഛൻ സ്നേഹത്തോടെ വളർത്തിയതാണ്, ഏതോ ഒരു സഹോദരൻ സ്നേഹത്തോടെ പരിലാളിച്ചതാണ്, ഏതോ ഒരു സുഹൃത്ത് ഒരുപാട് സഹായിച്ചതാണ്. നമ്മുടെ മകനെ നമുക്ക് അത്ര ജീവനാ. അപ്പോ നമ്മുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി ഈ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ MLA-മാരെ വിളിച്ചു പറയാം. ഒന്നുകൂടെ പറയട്ടെ, അവരെ ഫോൺ വിളിക്കുകയല്ല, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ആ കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പിൽ ഈ ബിൽ അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങളുടേതായ അഭിപ്രായം അയക്കുകയോ ചെറുതാക്കണം. ഒരുപാട് ലെങ്തി ആയിട്ടൊന്നും അയക്കരുത്, കാര്യം അവർക്ക് വായിക്കാനുള്ള സമയം കാണില്ല. പുരുഷ കമ്മീഷൻ വേണം എന്ന ആവശ്യം നമ്മുടെ MLA-യെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹത്തിന് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് പറയാം. ആ രീതിയിൽ ഇതൊരു വലിയ മൊമെന്റം ആകട്ടെ. ഈ റിപ്പബ്ലിക് ഡേ 26-ാം തീയതി മുതൽ 26, 27, 28, 29, 30 5 ദിവസമുണ്ട് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ. അതുവരെ അത് വലിയൊരു ക്യാമ്പയിനായി, ജനമനസ്സിനെ ഉണർത്താനുള്ള ക്യാമ്പയിനായി നമുക്ക് തുടരാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിലവസാനം മഹാത്മാഗാന്ധിയാണ് ഞങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മഹാത്മാഗാന്ധി പറയുന്നത്, ആദ്യം അവർ നമ്മളെ അവഗണിക്കും, പിന്നീട് അവർ നമ്മളെ പരിഹസിക്കും, ശേഷം അവർ നമ്മളോട് യുദ്ധം ചെയ്യും, ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും എന്നാണ്. അങ്ങനെ പലരും അവഗണിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും. അത് നമ്മൾ, അതായത് MLA-മാരല്ല, ഈ സോക്കോൾഡ് ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റുകളും മുഖ്യധാരാ മാധ്യമങ്ങളും, അവരുടെ അവഗണനയും പരിഹാസവും നമ്മളോട് യുദ്ധം ചെയ്യലും ഒക്കെ ഉണ്ടാകും. അവസാനം നമ്മൾ ജയിക്കും. ഇന്ത്യക്ക് മാതൃകയാകുന്ന രീതിയിൽ ഒരു പുരുഷ കമ്മീഷൻ ബിൽ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയട്ടെ. അതിന് ജാതി, മത, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരുമിക്കാനും കഴിയട്ടെ. ജയ് ഹിന്ദ്.